ചേർത്തലയിലെ തിരോധാന കേസുകളിൽ നിർണായകമായ DNA പരിശോധനാ ഫലം ഇന്ന് ലഭിച്ചേക്കും. പ്രതി സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീട്ടുവളപ്പിൽ നിന്ന് കണ്ടെടുത്ത അസ്ഥികളുടെ പരിശോധനാ ഫലം വരുന്നത് കേസിലെ വലിയ വഴിത്തിരിവാകുമെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ പ്രതീക്ഷ. ഇതിനിടെ ഭൂമിക്കടിയിൽ ശരീരഭാഗങ്ങളുണ്ടോ എന്നറിയാൻ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ സംവിധാനവും വരുന്നുണ്ട്. അതിപ്പോൾ ചേർത്തലയിലേക്ക് റഡാർ കൂടി വരുന്നതോടെ ഈ അന്വേഷണത്തിൽ വലിയ വഴിത്തിരിവുണ്ടാകാൻ സാധ്യതയുണ്ട്. ചേർത്തലയിൽ നിന്ന് അശ്വിൻ പാലാഴി ലേറ്റസ്റ്റ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ഇപ്പോഴും സെബാസ്റ്റ്യൻ മൗനിയായി തുടരുകയാണോ അശ്വിൻ? ക്രൈംബ്രാഞ്ചിൻ്റെ അഭിപ്രായം ഈ കാര്യത്തിൽ എങ്ങനെയാണ്? നിലവിലിപ്പോൾ ചില കാര്യങ്ങൾ, ഒരു കാര്യം മാത്രമാണ് സെബാസ്റ്റ്യൻ ക്രൈംബ്രാഞ്ചിനോട് വ്യക്തമാക്കിയിരിക്കുന്നത്. അത് തനിക്ക് ഈ കൊലപാതകങ്ങളുമായ തിരോധാന കേസുമായി ബന്ധമില്ല എന്ന് ഇയാൾ ഇന്നലെ പറഞ്ഞതായാണ് വിവരം. അതായത് തൻ്റെ കുടുംബ സ്വത്താണ് ചേർത്തല പള്ളിപ്പുറത്തുള്ള ഈ വീട്. അവിടേക്ക് താൻ വർഷങ്ങളായി എത്തിയിട്ട് അതുകൊണ്ട് തന്നെ അവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ താൻ അറിയുന്നില്ല. അതുകൊണ്ട് മറ്റാരെങ്കിലും അവിടെ ഈ അസ്ഥി കഷ്ണങ്ങളോ ശരീരഭാഗങ്ങളോ ഒക്കെ കൊണ്ട് ഇട്ടതാകാം എന്നൊരു മറുപടിയാണ് ഇന്നലെ കോട്ടയം ക്രൈംബ്രാഞ്ചിൻ്റെ ചോദ്യം ചെയ്യൽ വേളയിൽ അയാൾ പോലീസിനോട്, ഈ ക്രൈംബ്രാഞ്ചിനോട് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അപ്പം മാധ്യമങ്ങൾക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട, കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട ഒരു വിവരങ്ങളും കൈമാറരുത് എന്നുള്ള കർശന നിർദ്ദേശം അന്വേഷണത്തിൻ്റെ ഭാഗമായി എല്ലാ ഉദ്യോഗസ്ഥർക്കും മുതിർന്ന ആളുകൾ, ഉന്നത ഉദ്യോഗസ്ഥർ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇന്ന് വളരെ നിർണായകമാണ്. ഇന്ന് ഇപ്പോൾ ഇതാ റഡാർ ആലപ്പുഴയിൽ എത്തിച്ചിട്ടുണ്ട്. ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാറാണ്. അതുമായി ബന്ധപ്പെട്ട യോഗം നടക്കുകയാണ്. എങ്ങനെ വേണം ഈ റഡാർ ഉപയോഗിച്ചുള്ള പരിശോധന എന്നുള്ള കാര്യം. എനിക്ക് പിന്നിൽ കാണുന്ന ആലപ്പുഴ ക്യാമ്പ് ഓഫീസിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട യോഗം, ഒപ്പം റഡാർ അടക്കമുള്ള സംവിധാനങ്ങൾ എത്തിച്ചിട്ടുണ്ട്. നിലവിൽ ഈ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ കൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗം, അത് ഈ അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നത് അസ്ഥിയുടെ ഏതെങ്കിലും ഭാഗം ഭൂമിക്കടിയിലുണ്ടെങ്കിൽ അത് ഈ റഡാർ വഴി കണ്ടെത്താനാകും. അവിടെ കുഴിച്ച് പരിശോധന നടത്താൻ ഈ റഡാർ സഹായിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രധാനമായും ആർക്കിയോളജിക്കൽ വകുപ്പും ഒപ്പം ഈ ഭൂമിക്കടിയിലൂടെ കേബിളുകൾ സ്ഥാപിക്കുന്ന മറ്റ് ജോലികളൊക്കെ ചെയ്യുന്ന കമ്പനികൾക്കുമാണ് സ്വന്തമായി ഈ റഡാർ ഉപയോഗിക്കാൻ നിലവിൽ അനുമതിയുള്ളത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര ഏജൻസിയുടെ പ്രത്യേക അനുമതിയോടുകൂടിയാണ് ഇന്നത്തെ ഈ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാറിൻ്റെ പരിശോധന ചേർത്തലയിലെ പള്ളിപ്പുറത്തെ വീട്ടിൽ നടക്കുന്നത്. എന്തായാലും അത് ശാസ്ത്രീയമായൊരു പരിശോധന കൂടിയായ സാഹചര്യത്തിൽ അത് ഏറ്റവും നിർണായകമാണ്. ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കൂടുതലായി അധികമായി ഇതുവരെ തിരയാത്ത സ്ഥലങ്ങളിലുണ്ടോ എന്ന് കണ്ടെത്താനാകും. ഒപ്പം ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.